ഗൈസ്, വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 5 പിള്ളേരെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്തതിന്, ബ്രൂട്ടലി റാഗ് ചെയ്തതിന് എന്ന് വെച്ചാൽ കുത്തി നോവിച്ച് മുറിച്ചെടുത്ത് ബോഡി ലോഷൻ തേക്കുക, അതേപോലെ പ്രൈവറ്റ് പാർട്സിൽ ജിമ്മിൻ്റെ ഡംബൽസ് ഒക്കെ ഹാങ് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള റാഗിങ് ചെയ്ത ആൾക്കാർക്കെതിരെ അവരുടെ ജൂനിയേഴ്സ് അവരുടെ പാരൻസിനോടും ടീച്ചേഴ്സിനോടും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് റാഗിങ് സെല്ല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് അറസ്റ്റ് ചെയ്തു. അവരിപ്പം നിയമ നടപടികൾ അവർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് ഞാനിതത്തെ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരാരും ആത്മഹത്യ ചെയ്യുകയോ ഇവരാരും ഭീരുക്കളായി മാറിയില്ല. ഇവരൊക്കെ അവർക്ക് സമയത്തിന് അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്തുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും നെഗറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഡിസർവ് ചെയ്തില്ല. നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ പഠിക്കുന്നവരാവട്ടെ, ഏത് കോളേജിൽ പഠിക്കുന്നവരാവട്ടെ, മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കാന്ന് പറഞ്ഞാൽ ഇമാതിരി പരട്ടകൾ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ അർഹിക്കുന്നില്ല. ബിക്കോസ് വേറൊരാളുടെ ജീവിതത്തിൽ കയറി ഇന്റർഫിയർ ചെയ്യുന്ന ആൾക്കാർ, അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അത് നമുക്ക് റൈറ്റ് ഇല്ല. പീപ്പിൾ ആർ ലെറ്റ് പീപ്പിൾ ലീവ്. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് പേപ്പർ അല്ല, അത് നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അല്ലാതെ നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വേറൊരാളെ വൈ ഡു യു ഹാവ് ടു? സോ ഇത് എല്ലാവർക്കും ഒരു യു ആർ സപ്പോസ്ഡ് ടു ഇൻഫോം യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കിങ്ങോ ഫേസ് ചെയ്ത്, റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ തമാശയ്ക്കും പാട്ട് പാടും ഡാൻസ് കളിക്കും. ഇറ്റ്സ് ഫൺ. ഓക്കെ, ഇറ്റ്സ് ഫോർ ഫൺ, നോട്ട് ലൈക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടല്ല. ദാറ്റ്സ് നോട്ട് ഫണി.